സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ആരോപണങ്ങൾക്ക് പിന്നാലെ പി.വി. അൻവർ എം.എൽ.എ. ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിയെ കാണുകയാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് സെക്രട്ടറിയിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തിയായിരിക്കും കൂടിക്കാഴ്ച നടത്തുക. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കൊടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ കേരള പോലീസിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയതിനു ശേഷം ഈ പി.വി. അൻവർ എം.എൽ.എ. ഇതാദ്യമായി മുഖ്യമന്ത്രിയെ കാണുകയാണ്. സെക്രട്ടറി ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തിയായിരിക്കും മുഖ്യമന്ത്രിയുമായി ഈ പി.വി. അൻവർ എം.എൽ.എ. കൂടിക്കാഴ്ച നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് രാവിലെ തന്നെ ഇവിടെ എം.എൽ.എ. ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ആദ്യം നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് രാവിലെ ഒരു 10 മണിയോടുകൂടി സെക്രട്ടേറിയറ്റിലെത്തി കാണുമെന്നായിരുന്നു. പിന്നീട് അത് മുഖ്യമന്ത്രിയോട് സൗകര്യാർത്ഥം 12 മണിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇങ്ങനെ ADGP M.R. അജിത് കുമാറിനും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കുമെതിരെയുള്ള ആരോപണം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുമെന്ന് ഇന്നലെ തന്നെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ കാണുന്നതിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നീക്കിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി വിശദമായി സംസാരിക്കും. അതേപോലെ തന്നെ ഇത്തരത്തിൽ ഈ അന്വേഷണ സംഘം, അതായത് ഈ പി.വി. അൻവർ എം.എൽ.എ. ആരോപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിലെ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലുള്ള ആശങ്കകളും മുഖ്യമന്ത്രിയുമായി പങ്കുവയ്ക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ADGPക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണത്തിന് ചുമതല നൽകിയിട്ടുള്ളത്. അതടക്കമുള്ള കാര്യങ്ങൾ ഈ എം.എൽ.എ. ഉന്നയിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അത്തരത്തിൽ ഈ ADGPക്ക്, അതായത് ഈ ADGP ആയിട്ടുള്ള M.R. അജിത് കുമാറിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ഈ ഇത്തരത്തിൽ അന്വേഷണം നടത്തുകയാണെങ്കിൽ, ഈ ആരോപണങ്ങൾ അന്വേഷണം നടത്തുകയാണെങ്കിൽ അതിലെ സാങ്കത്യം, അതേപോലെ തന്നെ അതിലെ യുക്തിയൊക്കെ ഈ മുഖ്യമന്ത്രിയോട് ആശങ്ക പങ്കുവയ്ക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുശേഷം ഏതായാലും പി.വി. അൻവർ എം.എൽ.എ. മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. ആ സമയത്തായിരിക്കും ഇത്തരത്തിൽ എന്താണ് ഇനി അടുത്ത നീക്കം എന്നുള്ളത്. ഏതായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഇനി പി.വി. അൻവർ എം.എൽ.എയുടെ മുഖ്യമന്ത്രിക്ക് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പി.വി. അൻവർ എം.എൽ.എ. എന്തായിരിക്കും പറയാൻ പോകുന്നത്, എന്തായിരിക്കും അടുത്ത നീക്കം എന്നുള്ളതാണ്. SK. Okay, thank you.